ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ടാരോ ട്രേഡിംഗ് വേൾഡ് കണ്ണാൻവി. അപ്പോൾ ഇന്ന് ഇവിടെ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം, പിന്നെ എന്തൊക്കെ ഗൈഡൻസ് ആണ് തരാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ എനർജി എന്താണ്? അപ്പോൾ കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് കാർഡ്സ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോഴത്തെ എനർജി എന്ത് ഗൈഡൻസ് ആണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കറന്റ്ലി എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് വീക്കാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. നമ്മളെ തന്നെ മാറ്റിമറിക്കുന്ന, അതായത് നമ്മളുടെ ആ ഒരു ബേസിക് നേച്ചറിനെ തന്നെ മാറ്റാൻ പാകത്തിനുള്ള ഒരു ഇൻസിഡന്റ് വരാൻ പോകുന്നുണ്ട്. ഇതൊരു വാണിംഗ് ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ലൈഫ് എപ്പോഴും ചേഞ്ചസ് ഉണ്ടാവും അല്ലേ? ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വരണം എന്നില്ല. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മളുടെ ഒരു ഹാപ്പിനെസ്, അതിനാണ് ഇമ്പോർട്ടൻസ്. എന്ന് വെച്ച് മറ്റുള്ളവരെ കൊണ്ടാവണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ കാര്യമായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആകെ പെട്ടുപോയി, ഇനി ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും, അങ്ങനെയൊക്കെ ഉള്ളൊരു വളരെ വലിയ ഒരു ടെൻഷനും അല്ലെങ്കിൽ ഒരു വളരെയധികം ബുദ്ധിമുട്ടൊക്കെ നമ്മളുടെ തോട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ നമ്മളെ തോട്ട്സ്, നമ്മളുടെ ചിന്തകൾ നമ്മളെ കീഴടക്കാനായിട്ട് അനുവദിക്കരുത്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അനാവശ്യമായിട്ട് കാട് കയറി ചിന്തിച്ചു കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഭയം കൊണ്ട് ആ സിറ്റുവേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെയും നമ്മളൊക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും. അപ്പം അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കാം. സംഭവിക്കുന്ന എന്തു തന്നെ ആയാലും അത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ വിശ്വാസം ഉണ്ടാവണം. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് ഏറ്റവും അടുത്ത ഒരാളിൽ നിന്നായിരിക്കാം നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. അപ്പം അത് പക്ഷെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ബോട്ടം ഓഫ് ദ ഡെക്കിലെ യൂണിവേഴ്സ് ആണ്. സോ യൂണിവേഴ്സ് ഇസ് വാച്ചിങ് അസ്. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കയറി പോരാനായിട്ട് പറ്റും. കുറച്ചും കൂടെ നമുക്ക് ഗൈഡൻസ് എടുക്കാം. ക്ലാരിറ്റിയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസ് നിങ്ങൾ തകർന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഒരു വലിയൊരു അവസരമാണ് ഭാവിയിലേക്ക് വരുത്തുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ, അതായത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ ആ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു അബണ്ടൻസിലോട്ട് നിങ്ങൾക്ക് കയറാനുള്ള ഒരു ചാൻസസ് കാണുന്നുണ്ട്. കാരണം ഇവിടെ എനിക്ക് കൂടുതൽ എൻ്റെ എനർജി പോകുന്നത് ആ ഒരു ഇൻഫിനിറ്റിയിലോട്ടാണ്. അപ്പോൾ ഒരു വലിയൊരു അബണ്ടൻസിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ ആ വരുന്ന ഒരു സിറ്റുവേഷൻ കുറച്ച് നമ്മളെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ വരുമ്പോൾ നമ്മൾ അയ്യോ ഞാനാകെ പെട്ടുപോയി, എന്നെ ഇവിടെ രക്ഷിക്കാൻ ആരുമില്ല, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇത് ഞാൻ എങ്ങനെ തനിച്ചൊറ്റയ്ക്ക് ഫേസ് ചെയ്യും, അങ്ങനെയുള്ള ഒരു ഫീലിങ്സിലായിരിക്കും ഈ സിറ്റുവേഷൻ തുടങ്ങുന്നത്.
പക്ഷേ ഉറച്ചു വിശ്വസിക്കുക, ഇതെല്ലാം നന്മയിലോട്ടാണ് അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിലോട്ടാണ് നമ്മളെ നയിക്കാൻ പോകുന്നതെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. അതുപോലെ തന്നെ ഇത് ചിലവർക്കത് ഫിനാൻസിലോ വർക്ക് റിലേറ്റഡ് കാര്യത്തിലായിരിക്കും, ചിലർക്കത് ലവിലായിരിക്കും, ലവ് ലൈഫിലായിരിക്കും. ചിലപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി ഐഡന്റിഫൈ ചെയ്യാം, ചിലപ്പോൾ പാസ്റ്റിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇൻ ഫ്യൂച്ചർ സിറ്റുവേഷൻസ് അത് നമ്മൾ വളരെ വളരെ നല്ലൊരു രീതിയിൽ നമ്മളത് ഓവർകം ചെയ്ത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിന്റെ ആ യഥാർത്ഥ സ്നേഹത്തെ നിങ്ങളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ സിറ്റുവേഷൻ. ഒന്നില്ലേ ഇത് എനിക്കിപ്പോൾ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ടാണ് രണ്ട് രീതിയിൽ ഇപ്പോൾ റീഡിംഗ് പോകുന്നത്. സോ ഒന്ന് നമുക്ക് ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലായിരിക്കാം ചിലർക്ക് ഇത് വരുന്നുണ്ടാവുക, ചിലർക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഷേക്ക് വരുന്നത് ലവ് ലൈഫിലായിരിക്കാം. പക്ഷെ രണ്ടിന്റെയും എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉള്ള നിങ്ങളുടെ ആ ഒരു വേർഷനിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസിഡന്റ് ഈ വീക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ദർ ഈസ് എ സെലിബ്രേഷൻ അല്ലെ. 3 ഓഫ് കപ്പ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇമോഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഹൈ ആയിരിക്കും. നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ അതൊരു വലിയൊരു കാര്യമായിട്ട് ലൈഫിലെ ഏറ്റവും വലിയൊരു ഇവന്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ സിറ്റുവേഷൻ നിങ്ങളെ എത്തിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒത്തിരി ഓഫേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടാവും ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പൊ നിങ്ങൾ അത് സ്റ്റക്ക് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മുന്നോട്ട് ഒന്നും ചെയ്യാനില്ലാതെ എന്താ ഏതാ എന്നൊന്നും മനസ്സിലാവാതെ ആകെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിന്നാൽ പോലും പിന്നീട് വരുന്നത് ഒരു അവസരങ്ങളുടെ പെരുമഴ എന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളുടെ ലൈഫ് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ വർക്കിങ്ങിന്റെ ഇടയിൽ പാഷനിലൂടെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടും, സാമ്പത്തികം മാത്രമല്ല നമ്മൾക്ക് ജീവിതത്തിലെ സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ഒരു രീതിയിൽ മാത്രമല്ല. ചിലവർക്കത് പണമായിരിക്കാം, ചിലവർക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴായിരിക്കാം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവുക, ചില ആൾക്കാർക്ക് വേറെ വേറെ രീതിയിലായിരിക്കും. ഓരോ സോളും ആഗ്രഹിക്കുന്നത് ഡിഫറെന്റ് കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാൻ വേണ്ട നിങ്ങളെ കണ്ടെത്താൻ പറ്റുന്ന ആ ഒരു കാര്യങ്ങളിലോട്ടുള്ള പല സ്റ്റെപ്സ്, അതായത് പല വഴികൾ, പാത്ത് വേസ് നിങ്ങൾക്ക് തുറന്നു കിട്ടും ഈ ഒരു സിറ്റുവേഷൻ വഴി. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ പാനിക് ആവരുത്. ആ ഒരു സമയം കടന്നു വരുമ്പോൾ ഒരു നമ്മൾ ഹൈബർനേഷൻ എന്നൊക്കെ പറയില്ലേ, ചില ജീവികളും ഒരു മഞ്ഞുകാലം വരുമ്പോൾ വീണ്ടും ഒരു ഉറക്കത്തിലോട്ട് പോകും അല്ലേ, ആ ഒരു സ്റ്റൈലില്, അതായത് പാനിക് ആവാതെ ഓക്കെ ഇതും കടന്നു പോകും, ഇതിന് ശേഷം എൻ്റെ ലൈഫിലോട്ട് വലിയൊരു നല്ലൊരു ചേഞ്ചാണ് വരുന്നത് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് നിങ്ങൾ അതിന് വേണ്ടി തയ്യാറാവുക. അപ്പോൾ ആ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടെങ്കിലും ചിലവർക്ക് അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മോശമായിട്ട് സംഭവിക്കുകയാണ്, നിങ്ങൾ അതോർത്ത് ഒത്തിരി വിഷമിച്ച് രാത്രിയൊക്കെ ഉറക്കമൊക്കെ പോയി കരഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ഉള്ളവർ അങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷനിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കുക, ഇത് അവസാനമല്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോൾമേറ്റ് ഉണ്ട്, അപ്പോൾ അതിലോട്ടുള്ള ഒരു യാത്രയിലാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു ഹാർട്ട് ബ്രേക്ക് ഓവർകം ചെയ്ത് നിങ്ങളുടെ യഥാർത്ഥ എനർജി ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്ന ആ ഒരു കാലഘട്ടമാണിത്. ആ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഒരു ഹൈബർനേഷൻ സ്റ്റേജിലിരിക്കുക. ഹൈബർനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മനസ്സ് വളരെയധികം ശാന്തമാക്കുക. ഇപ്പോൾ ചുറ്റും എന്ത് നടന്നാലും എങ്ങനെ നടന്നാലും നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ വളരെ ശാന്തമായി ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക.
പിന്നെ ഈ സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളായിരിക്കും. കാരണം മെഡിറ്റേഷൻ നമുക്ക് സിറ്റുവേഷൻസിനെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് മനസ്സിലാക്കാനായിട്ടും അതിൻ്റെ ശരി തെറ്റുകളെ നമുക്ക് വകതിരിച്ച് കാണാനും നമ്മൾക്ക് ഇൻറ്റ്യൂഷൻ വഴി അതിനെങ്ങനെ നേരിടാം, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് പെട്ടെന്ന് നമ്മളെ ബാധിക്കാതെ പുറത്തു വരാം എന്നുള്ളൊരു ഗൈഡൻസ് ഒക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ചക്രാസ് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഇതിപ്പോ ഇങ്ങനെ ടാരോട്ട് റീഡിംഗ് ഒക്കെ കാണുന്നവരെ മിക്കവരും തന്നെ സ്പിരിച്വാലിറ്റിയിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പൊ യോഗയൊക്കെ അറിയാവുന്നവർക്ക് അറിയാം അല്ലെ എന്താണ് ചക്ര എന്നുള്ളത്. നമ്മളുടെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ 7 ചക്രാസ് ഉണ്ട്. ഈ 7 ചക്രാസും കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഹൈ എനർജിയിലായിരിക്കും. അപ്പോൾ നമ്മളുടെ ലൈഫ് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പോരായ്മ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഏതോ ഒരു ചക്ര ബ്ലോക്ക്ഡ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിന് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മൂലാധാര ചക്രയിലെ ബ്ലോക്ക് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഓരോ സിറ്റുവേഷനും ഓരോ ചക്രയാണ്. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ തൈറോയിഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ത്രോട്ട് ചക്ര റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാവും. അപ്പൊ അതിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗയിലുള്ള ആസനങ്ങളോ ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പം മെഡിസിൻ എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ വീലാണ്, അതായത് ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയും. ഒരു വലിയ എന്താ ഒരു ലോകം കീഴടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വിക്ടറി നമ്മളുടെ ഈ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ തന്നെ ആ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവും. ഈ സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക, പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുക. നമുക്ക് കുറച്ചൊരു ഏഞ്ചൽ മെസ്സേജസ് കൂടെ നോക്കാം. ഞാനിപ്പോൾ പൈല് വെക്കാത്തത് ഇപ്പോൾ എനിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഭാവിയിൽ നമ്മൾക്ക് പൈലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം ഏഞ്ചൽസിന് എന്തെങ്കിലും മെസ്സേജ് തരാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു കൺഫർമേഷൻ പോലെ തന്നെയാണ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് ഈ വീക്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് ഈ വരുന്ന നാളുകളിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഇൻസിഡന്റ് വരുന്നത് തീർച്ചയായിട്ടും ഒരു ന്യൂ ഡയറക്ഷൻ ഓപ്പൺ ആക്കി തരാൻ വേണ്ടിയിട്ടാണ്. സോ പാനിക് ആവാതിരിക്കുക. ചേഞ്ച് ലൈഫിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഓൾവേസ് അത് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് തുറന്ന ഹൃദയത്തോടെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. കാരണം ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഗ്രോ ചെയ്യുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവും, അനുഭവിക്കാനുണ്ടാവും, ആസ്വദിക്കാനുണ്ടാവും അല്ലെ. ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ കുറച്ച് കാലത്തേക്കാണ് നമ്മളെല്ലാവരും കൂടെ ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു കംഫർട്ട് സോണിൽ ഒതുങ്ങിപ്പോവാതെ നമ്മൾ വില്ലിങ് ആവുക, എപ്പോഴും പുതിയ ഓപ്പർച്യൂണിറ്റീസിന് തയ്യാറായിട്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളൊരു വീട്ടമ്മയാണ്, നമുക്കൊരു അവസരം വരുന്നുണ്ടെങ്കിൽ അത് നമ്മള് പേടിച്ച് മാറിയിരിക്കുകയല്ല വേണ്ടത്. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോ പ്രത്യേകിച്ച് വീട്ടമ്മമാരോട് എന്തോ ഒന്ന് കണക്ട് ആവുന്നുണ്ട്. എന്തോ ഏതെങ്കിലും വീട്ടമ്മമാര് കാണുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഇൻസിഡന്റ് ഈ വീക്കിൽ വരുന്നുണ്ട്. അതൊരു ഗ്രേറ്റ് കൺഫർമേഷൻ ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് നിങ്ങളുടെ ലൈഫ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നുള്ള ഒരു
സപ്പോർട്ടോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റും. അതിനുള്ളൊരു കൺഫർമേഷനും കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ആ വരുന്ന ചേഞ്ചസ്, ആ ഒരു ഇൻസിഡൻറ്റിനെ വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുക, ഹാപ്പി ആയിട്ടിരിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. യൂണിവേഴ്സ് എന്നും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഹാപ്പി, ബി ഹാപ്പി, സ്റ്റേ healthy. Thank you.